ഹായ് ഫ്രണ്ട്സ്, ചൈനയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തുകൂടെ എന്ന് പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ചൈനയെക്കുറിച്ച് കൂടി ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കരുതുന്ന പോലെ അത്ര വലിയൊരു നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ചൈനയെക്കുറിച്ച് കരുതി വച്ചിരിക്കുന്ന ഇന്ത്യയുടെ ഒരു ശത്രു, അതുമല്ലെങ്കിൽ ഇന്ത്യക്കാരെ കഷ്ടിച്ച് തോൽപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ അല്പം കൂടിയൊക്കെ വലിയ സൈനിക ശക്തിയാണ് എങ്കിൽ പോലും ഇന്ത്യക്കാരെയൊക്കെ അവരോട് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ള ഒരു നിലപാടത്തുറകളിലൊക്കെയാണ് പല ഇന്ത്യക്കാരും സംസാരിക്കുന്നതായിട്ട് കാണുന്നത്. പക്ഷേ യാഥാർത്ഥ്യം അതൊന്ന് വളരെ വിഭിന്നമാണ് കേട്ടോ. ചൈന എന്ന് പറയുന്നത് ഇന്ത്യയേക്കാൾ വളരെ പവർഫുള്ളായ ഒരു രാജ്യമാണ്. ഇന്ത്യയേക്കാൾ 4-5 ഇരട്ടി സൈനിക ശക്തിയുള്ള ഒരു രാജ്യമാണ്. സാമ്പത്തികമായിട്ടും വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലുള്ള രാജ്യമാണ്. നമ്മുടെ രാജ്യത്തെ ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, ബൈബിൾ അടിസ്ഥാനപ്പെടുത്തി ചൈനയുടെ പ്രസക്തി അവസാന കാലത്ത് എങ്ങനെ ഉണ്ടാകുമെന്നുള്ളതിനെക്കുറിച്ച് പറയാൻ വേണ്ടി പറയുന്നതാണ്. സത്യത്തിൽ ചൈന ഇന്ന് ലോകത്തിലെ വലിയ ഒരു വൻശക്തിയാണ്. റഷ്യയുടെ എല്ലാ സാങ്കേതികവിദ്യയും ചൈനയുടെക്ക് സ്വായത്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പല സാങ്കേതികവിദ്യകളിലും റഷ്യയേക്കാൾ കവർ ചെയ്തു പോകുന്ന രീതിയിൽ കൂടെ തന്നെ ചൈന ടെക്നോളജിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. എല്ലാ വിധത്തിലുള്ള മെഷീനറീസുകളുടെ കാര്യത്തിലും ചൈന സ്വയം പര്യാപ്തയായിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഈ നിലയിൽ പോവുകയാണെങ്കിൽ ഒരു 10-15 വർഷത്തിനുള്ളിൽ ഏതാണ്ട് അമേരിക്കയുടെ ഒപ്പം തന്നെ ഉള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കാനായിട്ട് ചൈനയ്ക്ക് സാധിക്കുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ചൈന ലോകത്തിൽ വൻശക്തിയായിട്ട് മാറുമെന്നൊരു 10-20-30 വർഷത്തിനുള്ളിൽ ലോകത്തിൽ അമേരിക്കയെ കവർ ചെയ്ത് വൻശക്തിയായിട്ട് മാറുമെന്നുള്ള ഒരു വലിയ ഒരു ഇത് പറയുന്നത് ബൈബിൾ ശാസ്ത്രപരമായിട്ടുമുണ്ട്. ദാനിയേലിൻ്റെ അവസാന പുസ്തകമായ വേലും വ്യാളിയും എന്ന ആ ഒരു ഇതിനെ അപഗ്രഥിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അവിടെ ലോകത്തിൽ പല ദേവന്മാരെ ആരാധിക്കുന്ന ജനതകളെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ വ്യാളിയെ ആരാധിക്കുന്ന ഒരേ ഒരു ഭാഗം മാത്രമേ ബൈബിളിൽ പറയുന്നുള്ളത്. ഈ നമുക്ക് വേലും വ്യാളിയും എന്ന് പറയുന്ന ആ രംഗത്ത് അവിടെ വ്യാളിയെ ആരാധിക്കുന്നതായിട്ട് അവസാന യുഗാന്ത്യം കഴിഞ്ഞിട്ടുള്ളൊരു സംഭവം 2 അധ്യായങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അത് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ അവസാന കാലഘട്ടത്തിൽ ചൈനയെക്കുറിച്ചാണത് പറഞ്ഞിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കും. ബൈബിളിൽ വ്യാളിയെ ആരാധിക്കുന്ന ജനവിഭാഗമായിട്ട് ആകപ്പാടെ പറഞ്ഞേക്കുന്നത് പിന്നെ ഈ ഒരു ഭാഗത്ത് മാത്രമേ വ്യാളിയെ ആരാധിക്കുന്നതായിട്ട് പറയുന്നുള്ളൂ. ഈ ബാലെന്നൊക്കെ പറയുന്ന ദൈവം പശുക്കിടാവാണ്. പശുക്കുട്ടിയെ ലോകത്ത് എല്ലായിടത്തും എല്ലാ മതക്കാരും ആരാധിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഈ വ്യാളി എന്ന് പറയുന്ന സംഭവത്തെ ആരാധിക്കുന്ന അല്ലെങ്കിൽ പവിത്രമായി കരുതുന്ന ഒരേ ഒരു ജനവിഭാഗം എന്ന് പറഞ്ഞാൽ ചൈനക്കാർ മാത്രമാണ്. അപ്പോൾ അതെല്ലാം കൂടെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അന്ത്യകാലഘട്ടത്തിൽ ചൈനക്കാരെ വലിയ ശക്തിയായിട്ട് മാറുമെന്ന് തന്നെയാണ് കാണുന്നത്.